അപ്പോൾ വീണ്ടും വിശേഷങ്ങൾക്ക് വേണ്ടി നമ്മളെല്ലാവരും ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ്. ഞാൻ സത്യത്തിൽ ലതിക ചേച്ചിക്ക് ഒരു സമ്മാനമൊക്കെ കൊടുക്കണം എന്ന് എൻ്റെ മനസ്സിലിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം നമ്മുടെ ജൂറി 2019-20 സ്റ്റേറ്റ് അവാർഡിന്റെ ജൂറി മെമ്പേഴ്സിൽ ഒരാള് എൻ്റെ സ്വന്തം ചേച്ചിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ആ ജൂറി മെമ്പർ ആയിട്ടുള്ള ആ ഒരു അനുഭവം? നല്ല അനുഭവമായിരുന്നു. നല്ല അനുഭവമായിരുന്നു. അതായത് ഇത്ര 120 അതെ 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 ചിത്രങ്ങളായിരുന്നു അത് സെലക്ട് ചെയ്ത്. ഞങ്ങൾ ഇത്ര പേര് അവർ തന്നെ പറഞ്ഞു ഫുൾ പടവും ഇരുന്ന് രാവിലെ ഒരു 9:30 തുടങ്ങിയ രാത്രി 9:30 വരെയും എല്ലാ പടവും ഫുൾ ഒന്ന് കണ്ട് എല്ലാം കൂടെ ഒരു 19 ദിവസം ഭയങ്കര ടഫായിരുന്നു. ആകെ എളുപ്പമുണ്ടായിരുന്നു എന്നെ തിരഞ്ഞെടുക്കാനായിരുന്നു അല്ലേ? കണ്ടോടരുത്. ഇല്ല നല്ല അത് നല്ല പടമായിരുന്നു. ആൻഡ് ചേച്ചിയുടെ ലൈഫിൽ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലായിരുന്നു? അതായിട്ടായിരുന്നു. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു. അപ്പൊ അതൊന്ന് നമ്മൾക്ക് ഒരു വിശേഷം കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. ചേട്ടന്റെ സൗഹൃദങ്ങളെ കുറിച്ച് പറയൂ. അതായത് കലാജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ ആരൊക്കെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൈതപ്പുറം വിശ്വൻ സ്വാതിരുന്നാൾ സംഗീത കോളേജിൽ പഠിക്കാൻ തുടങ്ങിയ കാലം മുതൽ. പിന്നെ ഒരു എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് എന്ന് പറയുന്നത് അനിൽകുമാർ, ചമ്പക്കരക്കാരൻ, ചമ്പക്കര അനിൽ എന്ന് പറയും. ഞങ്ങൾ ഒരുമിച്ചാണ് താമസിച്ചത്. ഒരുമിച്ച് എത്രയോ വർഷം ഒരുമിച്ച് താമസിക്കുകയും അങ്ങനെ സഹോദരന്മാരെ പോലെയായിരുന്നു. വീട്ടിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അയാൾ വരും, ഞങ്ങൾ എപ്പോഴും വിളിക്കാറുണ്ട്. പിന്നെ ജയരാജ് വാര്യർ ഞാൻ നല്ല ഫ്രണ്ട്സാണ്. ജയരാജ് വാര്യരുടെ നേതൃത്വത്തിലാണ് നമ്മുടെ തൃശ്ശൂരുള്ള ഭാരതൻ ഫൗണ്ടേഷൻ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി നടത്തുന്ന ഒരുപാട് പരിപാടികൾ നടക്കാറുണ്ട്. അതിൽ ഞങ്ങൾ കൂടാറുണ്ട്. അങ്ങനെ സൗഹൃദങ്ങളാണ് എൻ്റെ സമ്പാദ്യം ഏറ്റവും കൂടുതൽ, സിനിമാ രംഗത്തല്ല, പുതിയ കലാരംഗത്ത്. അതെ അതെ അതെ. ഇനി നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ LED വേൾഡ് ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. ഹായ് ഗോപ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത് വേറൊരു സുഖം അല്ലേ? നമ്മളൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് പാട്ട് പാടി ഇങ്ങനെ വരികയാണ്. ഗോപനും അതുപോലെ നാടകങ്ങളിലും സിനിമയിലും ഒക്കെ പാടി ഒരുപാട് വേദികളിലും ഗാനമേളകളിലൊക്കെ പാടി ഇങ്ങനെ വരുന്നു. ഇത്രയും വർഷമായി അടുത്ത തലമുറ രംഗത്തേക്ക് വന്നു കഴിഞ്ഞു. അതായത് മക്കൾ. ഗോപനെ സംബന്ധിച്ച് നാരായണി ഗാനമേളകളിലൊക്കെ പാടി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് റിയാലിറ്റി ഷോയിൽ വന്നു, പോപ്പുലറായി. അത് കഴിഞ്ഞിപ്പോൾ മിന്നൽ മുരളിയിലൂടെ പാടി വളരെ പോപ്പുലറായിരിക്കുകയാണ് അല്ലേ? പെട്ടെന്നാണ് അവരുടെ വളർച്ച. അപ്പോൾ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നിന്ന് നോക്കുമ്പോൾ ഈ പുതിയ തലമുറയിലെ ഗായകന്മാർ അല്ലെങ്കിൽ നാരായണി തന്നെ പെട്ടെന്നാണ് പോപ്പുലറായി കഴിഞ്ഞത്. ഇതെങ്ങനെ കാണുന്നു? ഗോപൻ എങ്ങനെയാണ് ഇത് കാണുന്നത് എന്ന് പറയാം. അയ്യോ, വളരെ സന്തോഷം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരാളാണ്, ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ്. സ്വാതിരുന്നാൾ സംഗീത കോളേജിൽ പഠിക്കുന്ന കാലം മുതലുള്ള സൗഹൃദമാണ്. മാത്രമല്ല ഞാൻ വളരെ കുഞ്ഞുനാളിൽ ആകാശവാണിയിൽ കൂടെ ലളിത സംഗീത പാഠവും ശാസ്ത്രീയ സംഗീത പാഠവും കേട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പം ശാസ്ത്രീയ സംഗീത പാഠം നടത്തുന്നത് അന്ന് ചേർത്തല ഗോപാലൻ നായർ സാറാണ്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ചേർത്തല ഗോപാലൻ നായർ സാർ. അപ്പം ഞാനത് ഒരുപാട് കേട്ട് പഠിച്ചിട്ടുണ്ട്. അളിവേണി നീ എന്തു ചെയ്യൂ, അളിവേണി എന്തു ചെയ്യൂ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കോമ്പോസിഷൻസാണ്. മാത്രമല്ല മലയാള കീർത്തനങ്ങൾ എന്ന് പറയുന്ന കൃതികൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇരയമ്പിൻ തമ്പിയുടെ ആണെങ്കിലും KC കേശവപിള്ളയുടെ അങ്ങനെയുള്ള ഒരുപാട് ശാസ്ത്രീയ സംഗീതത്തിലോ കോമ്പോസിഷൻസ് ഒരുപാട് ചെയ്ത മഹത്തായ ഒരു സംഭാവനയ്ക്കുടമയാണ് അദ്ദേഹം. അപ്പം അത്തരം ഒരു മഹാനായ വ്യക്തിയെ കാണാൻ കൂടി കഴിയും ഞാൻ വിചാരിച്ചിരുന്നില്ല. പിൽക്കാലത്ത് സ്വാതിരുന്നാൾ സംഗീത കോളേജ് വരെയും അദ്ദേഹത്തിൻ്റെ ഈ അളിവേണി പോലുള്ള ഒരുപാട് കീർത്തനങ്ങൾ സിലബസിലുണ്ട്, അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുള്ള. അപ്പം അങ്ങനെയുള്ളൊരു മനുഷ്യൻ്റെ മകനുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സൗഹൃദങ്ങൾ തമ്മിലുണ്ട്. അദ്ദേഹം ചോദിച്ചത് പുതിയ തലമുറയിലെ കുട്ടികൾ, മക്കൾ. ഇപ്പോൾ എൻ്റെ മോള് നാരായണി, അതുപോലെ തന്നെ ശ്രീറാമിൻ്റെ മകൾ കാഞ്ചന ശ്രീറാം. ഇവർ രണ്ടുപേരും നമ്മുടെ മക്കളെന്ന നിലയിൽ മാത്രമല്ല അവരുടെ കഴിവുകൾ ഒരുപാട് പ്രകടിപ്പിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെ കാലം അങ്ങനെ ആയിരുന്നില്ല. കാരണം ഞങ്ങൾ വരുമ്പോൾ ഇവിടെ ഈ രംഗം എന്ന് പറയുന്നത് ദേവരായ മാഷും ദക്ഷിണാവർ സ്വാമിയും അർജുന മാഷും രാഘവ മാഷും അതുപോലെ ദാസാറ്, P. ജയചന്ദ്രൻ, പിന്നെ സുശീലമ്മ, അങ്ങനെ തുടങ്ങിയവർ ഈ സിനിമാ രംഗത്ത് അങ്ങനെ അയ്യോ നമുക്കൊന്ന് സിനിമ എന്ന് പറഞ്ഞ് കണി കാണാൻ കൂടി കഴിയാത്തൊരു കാലത്താണ് നമ്മൾ രംഗത്ത് വരുന്നത്. അതിൻ്റെ ഇടയിൽ ഇത്രയെങ്കിലും സാധിച്ചു എന്നുള്ളത് ഭയങ്കര ഭാഗ്യമാണ് ഞങ്ങളെ സംബന്ധിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതല്ല. അവർക്ക് ഒരുപാട് സൗകര്യങ്ങൾ ചാനലിൽ കൂടെ ആണെങ്കിലും മറ്റുള്ള അവസരങ്ങളാണെങ്കിലും ഒരുപാട് അവർ സ്വന്തമായിട്ട് തന്നെ അവർക്ക് പാട്ടുകൾ പാടി അപ്ലോഡ് ചെയ്യാനും ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു വേദി. ചാനൽ തന്നെ ഞാൻ പറയട്ടെ, ഇപ്പം എന്നോട് എല്ലാവരും ചോദിക്കും ലതിക എന്നൊരാളെ എല്ലാവർക്കും അറിയാം, പക്ഷെ എന്നെ കണ്ടറിയുന്നില്ല.
അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ അന്ന് 89 വരെ 90 വരെയൊക്കെ സിനിമയിൽ സജീവമായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അധ്യാപികയായിട്ട് പോയി. അതിനുശേഷമാണ് ഈ ശരിക്കും ചാനലുകൾ ഒരുപാട് വന്നത്. ആ സമയത്ത് റേഡിയോയിൽ മാത്രമേ എൻ്റെ പാട്ടുകൾ വന്നിട്ടുള്ളൂ. അതെ, അപ്പം മുഖം പരിചിതമല്ല. പരിചയമില്ല.